കൈരളിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സൂപ്പർ കിഡ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നല്ല ബുദ്ധിശക്തി, നല്ല ഇച്ഛാശക്തി, നല്ല ആജ്ഞാശക്തി, എല്ലാ ശക്തിയും നമുക്ക് ആവശ്യമാണ്. കുട്ടികൾക്ക് നല്ല ബുദ്ധി വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അതിന് പറ്റിയ ആഹാരങ്ങളും ഒക്കെ വെച്ച് വിളമ്പി കൊടുക്കും, നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ഇതൊക്കെ അവരുടെ ബുദ്ധി വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിൽ ബുദ്ധി ദൈവം നമുക്ക് തന്നാണ് നമ്മുടെ ജനനമെങ്കിലും പിന്നീട് ബുദ്ധി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, നമ്മൾ പഠിപ്പിക്കുന്നു. അതിനനുസരിച്ച് അവർ ബുദ്ധി കൂടുന്നു. അപ്പോൾ ബുദ്ധി കൂടുമ്പോൾ എന്ത് വരും? മിടുക്കന്മാരായി മാറുന്നു. പൂർണ്ണ ബുദ്ധി ചിലവർക്ക് കൈവരുന്നു. എന്തായാലും ബുദ്ധി ആവശ്യത്തിന് നമുക്കുണ്ട്. ഇനി അത് നല്ല രീതിയിൽ പ്രയോഗിക്കണം. അതുകൊണ്ട് പഠിക്കാനും മിടുക്കരാണ്, കളിക്കാനും മിടുക്കരാണ്, സംസാരിക്കാനും മിടുക്കരാണ്. അങ്ങനെ മിടുക്കന്മാരായ മിടുക്കികളായ കുട്ടികളെയും കൊണ്ടുവന്നിരിക്കുന്ന മാതാപിതാക്കൾക്ക് സൂപ്പർ കിഡ്സിലേക്ക് എൻ്റെ നമോ വാർത്ത. മുഹമ്മദ് അലി, ഹായ്. ഷെയ്ഖ് ഫാത്തിമ, ഹായ്. ദിയ, ഹായ്. കാശിനാഥ്. ഹായ്. സൂപ്പർ കിഡ്സിന്റെ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. ആരൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഏനാത്തുള്ളതാരോ? ഏനാത്ത് ചടയമംഗലത്തോ? ചടയമംഗലത്തുള്ളതാരാണ്? ഒരു ചടയമംഗലം, ഒരു ഏനാത്ത്. തൃശ്ശൂരാണ്, റാന്നിയാണ്? റാന്നി എനിക്ക് തോന്നി. എവിടെയാണ്? കൊട്ടാരക്കര. പേരെന്താണ്? കാശിനാഥന് വണങ്ങാനായില്ല, കൈലാസത്തിൽ പോകാൻ കഴിഞ്ഞില്ല. പാട്ട് കേട്ടിട്ടുണ്ടോ? കാശിനാഥൻ എന്ന് പറഞ്ഞ ആരാണ്? കൈലാസനാഥൻ. കാശിനാഥൻ എന്ന് പറഞ്ഞാൽ കൈലാസനാഥൻ, അല്ലാണ്ട് കാശിന്റെ ആളാണോ? കാശിനാഥൻ, കൈലാസനാഥൻ അല്ലേ? പാപ്പയുടെ പേരെന്താണ്? ദിലീപ് ഖാൻ, ഷാരൂഖ് ഖാൻ, അമീർ ഖാൻ, അംജദ് ഖാൻ, അങ്ങനെ ഖാൻ കുടുംബത്തിൽ പെട്ടതാണ് ഈ ആള് അല്ലേ? അപ്പൊ മോന്റെ പേരെന്താണ്? മുഹമ്മദ് അലി. ഉമ്മയുടെ പേരെന്താണ്? പാപ്പാന്റെ പേരാ? സലീം. എവിടെയുണ്ട് ഇപ്പോ? അങ്ങ് ദുബായിലാണ്. ദുബായിൽ നിന്നും മരുഭൂമിയിൽ ജോലി എടുക്കുന്നു, പണമിഴക്കുന്നു. ഉമ്മയും ഇവിടെ മകനും സുഖമായി ജീവിക്കുന്നു. ഈ അടുത്ത കാലത്ത് വന്നോ ദുബായിൽ നിന്നും? മോന് ദുബായിൽ പോകണമെന്ന് താല്പര്യമുണ്ടോ? എന്തിനാ പോകുന്നത്? വെറുതെ കാണാനോ, അല്ലെ ബാപ്പാനെ പോലെ പണിയെടുത്ത് മരുഭൂമിയിൽ കിടന്ന് വെത്ത് വേർക്കാൻ? വല്ലതൊക്കെ തിന്നാൻ. ഇവിടെ തീറ്റ കിട്ടുന്നില്ല. ഇവിടത്തെ തീറ്റ പോരാ, വല്ലതൊക്കെ തിന്നാനാണ് അങ്ങോട്ട് വരുന്നത്. നല്ല ഭക്ഷണങ്ങൾ, കീടനാശിനികളില്ലാത്ത, വൈറ്റമിൻസ് ഒക്കെ കൂടിയ, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത, ചീഞ്ഞ് നാറാത്ത നല്ല ഭക്ഷണങ്ങൾ കിട്ടണമെങ്കിൽ, നല്ല ആഹാരം കഴിക്കണമെങ്കിൽ നാട് വിട്ട് മറുനാട്ടിൽ പോകണം. പണ്ടൊക്കെ നാട്ടിൽ വരണം നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ. ഇന്ന് നാട് വിടുമ്പോഴാണ് നല്ല ഭക്ഷണം ഇല്ലേ? എവിടെയാ സ്ഥലം? തുരിയോടി. തന്റെ വീട് എവിടെയാ? ഏനാത്തിനടുത്താണ് ഈ മണ്ണടി അല്ലേ? അവിടെയാണ് ഈ മാർത്താണ്ഡവർമ്മ. വേലുത്തമ്പി തളവ. സോറി, മാർത്താണ്ഡവർമ്മയല്ല, വേലുത്തമ്പി തളവ. വേലുത്തമ്പി തളവയെ കണ്ടിട്ടുണ്ടോ? എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. എന്ത് വല്ലതും പറഞ്ഞോ വേലുത്തമ്പി? എന്ത് പറഞ്ഞു? ഐസ്ക്രീം വേണമെന്ന് ചോദിച്ചു വേലുത്തമ്പി. ആരോട്? ഈ മുതലിനോട് ചോദിക്കുകയാണ് വേലുത്തമ്പി, ഐസ്ക്രീം വേണോ? അപ്പൊ എന്ത് പറഞ്ഞു മോള്? ഉണ്ടെങ്കിൽ തന്നേനെ അപ്പൊ തന്നെ ഐസ്ക്രീം. വേലുത്തമ്പിയെ ഐസ്ക്രീം വേണമെന്ന് ചോദിച്ചു. ആരോട്? ഏനാത്ത് വന്നിട്ട് വേലുത്തമ്പി രാത്രി വീട് കുട്ടി തുറന്നിട്ട് ചോദിച്ചു, ഈ വീട്ടിൽ ഐസ്ക്രീം വേണോ? നിങ്ങളാരാ? ഞാൻ വേലുത്തമ്പി. വേലുത്തമ്പിയെ കണ്ട ആളാ. മോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെയും കണ്ടിട്ടില്ല. അച്ഛനെ കണ്ടിട്ടില്ലേ? അമ്മയെ കണ്ടിട്ടില്ലേ? അച്ഛന്റെ പേരെന്താണ്? തോമസ്. അങ്ങനെ തന്നെ വേണം. അമ്മയുടെ പേരാ? സുനന്ദ. സുനന്ദക്ക് അങ്ങനെ തന്നെ വേണം. ആരാണ് വീട്ടിൽ പാവം? പപ്പ. മമ്മിയെ കാണുമ്പോഴേ അറിയാം. ഒരു ഇച്ചിരി കുറുമ്പില്ലേ? വീട്ടിൽ കുറുമ്പുള്ളത് ആരാ? അമ്മ. അച്ഛന്റെ പേരെന്താണ്? ലണ്ടനാ? രഞ്ജിത്ത്. രഞ്ജിത്ത് എന്നുള്ള പേരുള്ളവരൊക്കെ വലിയ ആളുകളാ, മഹാന്മാരാ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ദുബായിൽ നിന്നും
ബദാമും പിസ്തയും കോൾഗേറ്റും സോപ്പും ചീപ്പും ഒക്കെ കൊടുക്കുന്ന ചടയമംഗലത്ത് വരുന്നു. ഞാൻ ചടയമംഗലത്ത് വരുമ്പോൾ, ദുബായിൽ നിന്നും ബാപ്പ വരുമ്പോൾ എനിക്കെന്ത് തരും? മുട്ടായും ബദാം പരിപ്പും ചെരുപ്പും ഉണ്ട്. ബദാം പരിപ്പും ചെരുപ്പും തന്നു. പരിപ്പും തന്നിട്ട് ചെരുപ്പും തന്ന് എന്നെ വിടും. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1ാം ക്ലാസ്സിൽ. 1ാം ക്ലാസ്സിൽ കണ്ടപ്പോൾ പെണ്ണിന് മിണ്ടാണ്ടം, 2ാം ക്ലാസ്സിൽ ചെന്നപ്പോ പെണ്ണിന് കിണ്ടാണ്ടം, ഒരു കുങ്കുമക്കുളിരായി ഒന്നൊരുങ്ങി വന്നാട്ടെ ഈ കണ്ണാടി പൂഞ്ചിന്തൂരം. എന്നെ തൊട്ടത് ശരിയായില്ല, ഞാൻ കുത്തും. ഉറക്കം വരുന്നുണ്ടാ? ഇല്ല. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 1ാം ക്ലാസ്സിൽ. 1ൽ. ടീച്ചറിന്റെ പേരെന്താണ്? മിനി ടീച്ചർ. മിനി ടീച്ചർ. നന്നായിട്ട് പഠിപ്പിക്കുവോ? ക്ലാസ്സിൽ നന്നായിട്ട് പഠിപ്പിക്കുന്ന ആരാണ്? മിനി ടീച്ചർ. മിനി ടീച്ചർ. ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ആരാണ്? ഞാനും സുഹൈലും വാസിക്കും. ശരിയാണോ? ഉറപ്പാ? ഉമ്മ പറയാണ്. ആ, എനിക്കും അങ്ങനെ തോന്നുന്നു. ട്യൂഷന് പോകുന്നുണ്ടോ? എവിടെയാണ് ട്യൂഷന് പോകുന്നത്? തള്ളയുടെ വീട്ടിൽ. തള്ളയുടെ വീട്ടിലാ? ഏത് തള്ളയുടെ? നമ്മളെ വീട്ടിന്റെ. ഒന്നുമില്ല, നല്ല ഭാഷകൾ കേൾക്കുമ്പോൾ നമ്മൾ പഠിക്കുകയാണല്ലോ സുഹൃത്തെ. പാപ്പയ്ക്ക് എന്താ അവിടെ ജോലി? അവിടെ എല്ലാം ഉണ്ടാക്കും. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അല്ലെങ്കിൽ എന്താ ജോലി അവിടെ? ഡ്രൈവറാ. മോന് പഠിച്ച ആരാകണം വലുതാവുമ്പോ? വലുതാവുമ്പോ കളക്ടർ ആവണം. കണ്ടക്ടർ ആവണം. കളക്ടർ ആവണം. കളക്ടറാ. എന്നിട്ട് എന്തൊക്കെ ചെയ്യും? സ്കൂളുകൾക്ക് എല്ലാവർക്കും അവധി കൊടുക്കും എല്ലാ ദിവസവും അല്ലേ? എന്തൊരു എന്നിട്ട് ചില ദിവസം സ്കൂള് വെക്കും. ചില ദിവസം മാത്രം സ്കൂളിൽ വെക്കും, ബാക്കി എല്ലാ ദിവസവും അവധി കൊടുത്തിട്ട് കളക്ടറും കിടന്നങ്ങാട് സുഖമായിട്ട് ഉറങ്ങും. ബെസ്റ്റ് കളക്ടറാ. ഇപ്പൊ എല്ലാവർക്കും കളക്ടർമാരോടെ താല്പര്യം. ഇത്തിരി മഴ പെയ്ത് കഴിഞ്ഞാൽ രാവിലെ വെച്ച് പത്രം നോക്കുക. കളക്ടർക്ക് ഒരു കണ്ണിച്ചോരി ഇല്ല കേട്ടോ. മഴ പെയ്തത് കളക്ടർ കാണുന്നില്ലേ? കാര്യം കുട്ടികൾക്ക് അവധി കൊടുക്കുന്നത് ആരാണ്? കളക്ടർ. അപ്പൊ കളക്ടർ ആകണമെന്ന് ആഗ്രഹം. മോൻ കളക്ടർ ആകും. നല്ല ആത്മവിശ്വാസമാണ് വളർത്തുക. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ. ഇതെന്ത് നിറമാണ്? മാങ്കോടെ കളർ. പഴുത്ത മാങ്ങ പാകുന്നതിന് മുമ്പ് അതിനൊരു നിറമുണ്ട്. എന്താണ്? എന്ത് നിറമാണ്? പൂവിന്റെ കളർ. പൂവിന്റെ കളറാണ്. ഇത് ആരാ വാങ്ങി തന്നത്? അമ്മ. അമ്മയുടെ പേരെന്താണ്? വീണ. ഭീന. മറ്റേ അമ്മൂമ്മയുടെ പേരെന്താണ്? പാപ്പിച്ചി എവിടെയാണ്? ദുബായിൽ. പേരെന്താണ്? ഫാത്തിമ. ഫാത്തിമ കണ്ണടച്ചാൽ നീയാണ്, കണ്ടുറന്നാൽ നീയാണ്. ആ പാട്ടറിയോ മോനെ? ഏത് പാട്ടറിയാം? പൂമ്പാറ്റയുടെ പാട്ട് പാടാൻ പോകുന്നു അങ്ങ് അബുദാബിയിലുള്ള അല്ലേ? അച്ഛന്റെ പേരെന്താണ്? ദിലീപ് ഖാൻ. ദിലീപ് ഖാന് വേണ്ടി, ബീനയ്ക്ക് വേണ്ടി, ഉമ്മിച്ചിക്ക് വേണ്ടി ഏനാത്തു നിന്നും വന്നിരിക്കുന്ന മിടുക്കി കുട്ടി പാട്ട് പാടാൻ പോകുന്നു. പൂമ്പാറ്റയുടെ പാട്ട് പാടൂ. പൂമ്പാറ്റേ പൂക്കളൊക്കെ വിരന്തൊരുക്കി കാത്തിരിക്കുന്നു. ഓഹോ. വെട്ടമനു തട്ടി നട്ടിറന്നു. പുതേരുണ്ടാമന്നാട്ടെ പൂക്കളെ തേടി നടന്നാട്ടെ. പൂമ്പാറ്റേ പൂമ്പാറ്റേ. ആനയുടെ നിറം എന്താണ്? ബ്ലൂ കളർ. ബ്ലൂ. തലമുടിയുടെ കളർ എന്താണ്? ആനയുടെ കളർ പോലെ. ആനയുടെ കളർ പോലെ. ആനയുടെ കളർ ബ്ലൂ. എന്റെ പേരെന്താ? ഞാനൊരു പാട്ട് പാടാം, ഓർക്കുവോ? എന്നിട്ട് പറയണം. देखा कि पहली बार साजन की आंखों में प्यार. എന്റെ പേരെന്താ? ഇംഗ്ലീഷ്. ഓ മേരെ സാജൻ, ഓ മേരെ സാജൻ. എന്റെ പേരെന്താ? കണ്ണിട്ട് ഒറ്റ കുത്തു തരൂ കേട്ടോ ഞാൻ. വേണ്ട. പിന്നെ എന്റെ പേര് പറ. എനിക്കറിയത്തില്ല. എന്റെ പേരെന്താണ്? എന്റെ പേരെന്താണ്? സാജൻ. എന്റെ പേരെന്താണ്? ഇപ്പൊ കേട്ടോ?
എന്റെ പേരെന്താണ്? സാജൻ. സാജൻ. ഇനി മറക്കുവോ? ഇല്ല. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖമാണോ? രാവിലെ എന്ത് കഴിച്ചു? ഒന്നും കഴിച്ചില്ല. ഒന്നും കഴിക്കാത്തതുകൊണ്ടാണ് ഒരു ക്ഷീണം, ഒരു മടി, അലസത ആകെ. ഞാൻ ഹോട്ടലിൽ കയറി കഴിച്ചായിരുന്നു. എന്ത് കഴിച്ചായിരുന്നു? ദോശ. എത്ര ദോശ കഴിച്ചു? 1. അച്ഛൻ എന്ത് കഴിച്ചു? ദോശ. അമ്മ എന്ത് കഴിച്ചു? ദോശ. ഇതാരാണ് ഈ ഇരിക്കണത്? കഷണ്ടി അപ്പം. കഷണ്ടി അപ്പനാ? കഷണ്ടി അപ്പോ? അമ്മയ്ക്ക് എന്താ ജോലി? അമ്മയ്ക്കൊരു ജോലിയില്ല. വീട്ടിൽ എന്തെങ്കിലും ജോലിയുണ്ടോ? അടുക്കള പണിയൊക്കെ ചെയ്യുന്ന ആരാണ്? അമ്മ. അമ്മയെ അച്ഛൻ സഹായിക്കാറുണ്ടോ? എന്ത് ചെയ്യും? അടുക്കളയിൽ പോയിട്ട് വെറുതെ കുത്തിയിരിക്കും. വെറുതെ കുത്തിയിരിക്കും. അങ്ങനെ ഒരു സഹായം അച്ഛന്റെ ഭാഗത്തുനിന്നുണ്ട്. മീനൊക്കെ മേടിക്കും. പക്ഷെ ഈ ഉള്ളിയൊക്കെ ചതച്ചു കൊടുക്കും. ആര്? അപ്പ. അപ്പ. വേറെന്തൊക്കെ ചെയ്തു കൊടുക്കും? വേറെ ചെയ്ത് കൊടുക്കില്ല. ഈ തുണിയൊക്കെ എടുക്കുമ്പോ അലക്കാനൊക്കെ കൂടുവോ? തിരുമാനൊക്കെ കൂടുവോ? ഇല്ല. നിലമൊക്കെ തുടക്കാൻ കൂടുവോ? വേറെ ഒന്നും ചെയ്തു തരില്ല. ഒരു സാധനം ചെയ്യില്ല. കംപ്ലീറ്റ് ചെയ്യുന്ന ആരാണ്? അമ്മ. അത്ര കഷ്ടപ്പെട്ടാണോ നിൽക്കുന്നത് അല്ലേ? എവിടെയാണ് നമ്മുടെ വീട്? റാന്നി. ഓ, റാന്നി. അപ്പൊ ശരിക്കും കഷ്ടപ്പെടും. അമ്മയുടെ വീട് ആലപ്പുഴ. ആലപ്പുഴ എവിടാ? പുന്നപ്ര. ഓ, വണ്ടാനം മെഡിക്കൽ കോളേജ്, പുന്നപ്ര അറവുകാട് ക്ഷേത്രം അല്ലേ? പഠിച്ചത് എവിടെയാണപ്പാ? പുന്നപ്ര. അതാണ് പുന്നപ്ര എന്ന് പറയുന്നത് അല്ലേ? പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം. പാട്ട് പാടുവോ? ഒരു പാട്ട് പാടിക്കൊടുത്തേ. ആലപ്പുഴയ്ക്കോ തൃശ്ശൂരിനോ കഷ്ടിയപ്പൂപ്പിനോ ആർക്ക് കൊടുക്കും? ആലപ്പുഴ കൊടുക്കും. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ചോദിച്ചു നോക്കുണ്ടോ? ഏനുണ്ടോടി താമരച്ചന്തം, ഉണ്ടോ? ഏനുണ്ടോടി മാനിവിൽ ചന്തം, അയ്യോ, ഏനുണ്ടോടി മാമരച്ചന്തം, ഉണ്ടോ? പൊട്ട് തൊട്ട് കമ്മലിട്ടോ ഇട്ടു. ഇനിതൊന്നും അറിഞ്ഞതേയില്ല പുന്നാര പൂങ്കുയിലേ. കഷ്ടം. ഒന്നും അറിഞ്ഞില്ലേ ഇപ്പൊ ഇന്ന്? പഠിപ്പിച്ചു തന്നിട്ട് ഒന്നും അറിഞ്ഞില്ല. ആരാ ഈ പാട്ട് പഠിപ്പിച്ചത്? അമ്മ ചേച്ചി. അമ്മു ചേച്ചി ആരാണ്? ചേച്ചിയുടെ നാത്തൂന്റെ മോള, എന്റെ ചേച്ചിയുടെ നാത്തൂൻ. അമ്മു ചേച്ചിയാ പഠിപ്പിച്ചല്ലേ? അമ്മു ചേച്ചിക്ക് ഒരു ഹായ് പറഞ്ഞേക്ക്. ഹായ്. അച്ഛൻ എന്താ ജോലി? ഹോൾസെയിലാ. ഓയിൽ സെയിലാ? ഹോൾസെയിൽ ഗോൾഡിന്റെ. വിമാനത്താവളംപളി വിമാനത്താവളം വഴിയുള്ള ഹോൾസെയിൽ ഗോൾഡ് ബിസിനസ് ആണോ? അല്ല. വെറുതെ താവളത്തിൽ നിന്നും ബിസിനസ് ആണോ? ചെറിയ ഗോൾഡ് കടയാണോ? രഹസ്യമായിട്ടുള്ള സ്വർണം വിൽപ്പനയാണോ? അല്ല. പരസ്യമായിട്ടാണോ? അതെ. സ്വർണത്തിന്റെ ബിസിനസ്സുള്ള ആൾക്കാരൊക്കെ നീ വന്ന് പാവത്തിനെ പോലെയൊക്കെ ഇരിക്കണം. പൈസ ഇല്ലാതിരിക്കുമ്പോ ഞങ്ങൾ എങ്ങനെ ഇരിക്കാത്ത? ഓ, പൈസ ഇല്ലാതിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇച്ചിരി വിഷമത്തിലിരിക്കുന്നത്. പൈസ ഉള്ളപ്പോ നിങ്ങൾ എങ്ങനെ ഇരിക്കും? സന്തോഷത്തിലിരിക്കും. ഇപ്പൊ ഇത്തിരി സങ്കടത്തിലാണ്. ഇപ്പൊ വയ്യാണ്ടിരിക്കുന്നത് സ്വർണത്തിന്റെ ബിസിനസ് ഇല്ലാത്തതുകൊണ്ടാണ്. പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ മലമറിച്ചേരെന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. സ്വർണം വാങ്ങിക്കണമെന്ന് തോന്നുമ്പോ ഞാൻ വരാം. കാശിനാഥ, കാശിയൊക്കെ പോയോ? അനിയൻ എന്ത് ചെയ്യും? അനിയൻ കളിക്കും. മോനെന്ത് ചെയ്യും? ഞാൻ വണ്ടി ഓടിക്കും. എന്ത് വണ്ടി? കാറ്. ലൈസൻസ് ഉണ്ടോ? എത്ര നാളായി കിട്ടിയിട്ട്? 6 ദിവസം കൊണ്ടുവന്നു. 6 ദിവസം? 6 ദിവസം 2 വണ്ടി കൊണ്ടു. 2 വണ്ടി കൊണ്ടുവന്നു. ആരാ ഓടിക്കണ വീട്ടിലാ വണ്ടി? ആണോ? പുറത്തൊക്കെ കൊണ്ടുപോവാ? വണ്ടിയിൽ ആരെങ്കിലും കയറ്റുവോ? ആരെ കയറ്റും? കുഞ്ഞാവ് മാത്രം കയറ്റാൻ പറ്റില്ല. കുഞ്ഞു വണ്ടി. പുറത്തേക്കൊക്കെ പോവാ വണ്ടി? കളിക്കണ വണ്ടിയാണോ അല്ലെങ്കിൽ കാര്യത്തിലുള്ള വണ്ടിയാണോ? കളിക്കുന്ന വണ്ടി. വിചാരിച്ച് വലിയ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആളാന്ന് പറഞ്ഞാണ് ഞാൻ അടുത്തടുത്ത് കൂടിയത്. കാര്യം എനിക്കൊന്ന് വണ്ടി ഓടിക്കാൻ പഠിക്കണമെന്നുണ്ട്. കളിക്കണ വണ്ടി വീട്ടിട്ട് ഓടിക്കും. അച്ഛനെന്തേ? അച്ഛൻ ജോലിയെല്ലാം ചെയ്യും വീട്ടിലാ? കഷ്ടം. ഇപ്പൊ എവിടെയാണ് ജോലി ചെയ്തോണ്ടിരിക്കുകയാണോ? വീട്ടില്? അടുക്കളയിലാണോ അല്ലെങ്കിൽ അവിടെ അടുക്കള പണി ചെയ്യണോ? പേർഷ്യല്ല? ആണോ? പിന്നെ അവിടെ സൂപ്പർവൈസറാണ്. വീട്ടിലൊരു പണി ചെയ്യും.
ഇല്ല അങ്ങനെയൊന്നുമില്ല. അടുക്കള കേട്ടില്ല. വീട്ടിലെ ജോലിയൊക്കെ ചെയ്യണ ആരാണ് സത്യത്തിൽ? അച്ഛൻ വന്നാൽ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യണത് ആരാണ്? അമ്മയും അച്ഛൻ മീൻ പറയും പൊട്ടിത്തറയും. അച്ഛൻ മീനൊക്കെ വെട്ടി തരും, പരഞ്ഞു കൊടുക്കും, പിന്നെ അതിന് വേണ്ട സാധനങ്ങളൊക്കെ പുരട്ടി കൊടുത്തിട്ട് അച്ഛൻ അതിനകത്തിട്ടിട്ട് ഒന്ന് മറിച്ചും തിരിച്ചും കൊടുക്കും. അത്ര അച്ഛൻ ചെയ്യാറുള്ളു. പിന്നെ എന്തിനാ അത് പറഞ്ഞാൽ എന്താണ്? ആ പാവത്ത് ഇത് കേൾക്കുമ്പോൾ എന്ത് വിചാരിക്കും? ഞാൻ അവിടെ ചെന്നിട്ട് എന്തൊക്കെ ജോലി ചെയ്ത് കൊടുക്കുന്ന എൻ്റെ അമ്മയിരുന്ന് പറഞ്ഞില്ല, മോളും ഇരുന്ന് പറഞ്ഞില്ല. അടുക്കളപ്പടി മുഴുവൻ ഞാൻ ചെയ്യും, കുട്ടികളെയും കുളിപ്പിക്കും, വീടും തുടക്കും, എന്തൊക്കെ ചെയ്യും ജോലി. അച്ഛൻ വീട്ടിൽ വന്ന് എന്തൊക്കെ ജോലി ചെയ്യും കേട്ടോ? മീൻ വെട്ടും, ഈ ചുക്കെല്ലാം ഇട്ടും. രണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ തുണിയൊക്കെയോ? തുണി അമ്മയാ. വീടിന്റെ അകത്തോ തുടക്കല് കാര്യങ്ങളൊക്കെ? അമ്മൂമ്മ. ഓ പാവം. അത് പിന്നെ ചെറിയ ജോലിയാണല്ലോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 5 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ മുറ്റടിക്കണ ആരാണ്? മുറ്റമൊക്കെ അടിക്കുന്നത് അമ്മൂമ്മ. ചെറിയ ജോലിയല്ല അമ്മൂമ്മക്ക് കൊടുത്തിട്ട് വലിയ ജോലി സ്വിച്ച് ഇടലി, മറ്റേ പപ്പടം മറിച്ചിടലി, ഫ്രിഡ്ജിന്റെ ഡോർ അടക്കലി, അതൊക്കെ ആരെയും? ആ ജോലിയൊക്കെ ആരെയും? അമ്മയും. അപ്പൊ ഇതൊന്നും ചെയ്യാറില്ലേ? ഈ അമ്മ ഒന്നും അവിടെ ചെയ്യാറില്ലേ? ചെയ്യാറുണ്ട്. എന്ത് ജോലി ചെയ്യും? മീൻ വെട്ടാൻ. നിങ്ങളുടെ വീട് മാർക്കറ്റാണോ നിങ്ങളുടെ വീട്? വന്നപ്പോ മീൻ വെട്ടലാണല്ലോ. എവിടെയാ വീട്? എവിടാ? എവിടെയാണത്? തലവൂര്, കൊട്ടാരക്കര കഴിഞ്ഞു. കൊട്ടാരക്കരക്ക് അടുത്ത്. അമ്പലത്തിൽ പോകാറുണ്ടോ? അവിടെ പോയിട്ട് എന്താ പ്രാർത്ഥിക്കാറ്? ഒന്നും അമ്പലത്തിൽ മാത്രം പ്രാർത്ഥിക്കാറുണ്ട്. എന്താണ് അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കുന്നത്? രാമ 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 രാമ. അതവിടെ ഇരിപ്പുണ്ട്. നമ്മൾ എന്ത് പ്രാർത്ഥിക്കും? എന്തൊക്കെ വേണോന്ന് പറയും? ഇതും വേണം, ചെണ്ട വേണം, പിന്നെ ഈ കളിപ്പാട്ടവും വേണം, പിന്നെ ഒരു ബലൂൺ വേണം, പിന്നെ ഇതും വേണം. ഏത്? ഈ ബട്ടർഫ്ലൈയും വേണം. പിന്നെ വേറെന്തൊക്കെ വേണം ഉള്ളത് പറയണം. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ലിസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. വൈകുന്നേരം കിണവർക്ക് ലിസ്റ്റ് കൊടുക്കണ്ടേ? കൊട്ടാരക്കര അമ്പലത്തിൽ പോയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നാ പറയണമെന്ന് ഞാൻ ചോദിച്ചു. ബലൂൺ വേണം, ബട്ടർഫ്ലൈ വേണം, പിന്നെ ഇത് വേണം. ബുദ്ധി വല്ലതും വേണം ആർക്കെങ്കിലും? ഇല്ല, ആവശ്യത്തിലുണ്ട്. പിന്നെ ശക്തിയോ? ശക്തിയും വേണം, ആഹാരം വേണം. ആ ദേവിയും വേണം. ദേവി വണ്ടി കയറി പോണേ. വന്ന് കയറി പോകുന്ന ദേവി നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറി പോകുന്നുണ്ട്. ദേവി എത്ര കിലോ വേണം? 1 കിലോ. പിന്നെ ബുദ്ധിയ? ആന എത്ര എണ്ണം വേണം? 2 ആന മതിയല്ലോ, ഒരൊറ്റ ആന മതി വീട് മുടിഞ്ഞു പോവാൻ. 2 ആന. ഓക്കെ. പിന്നെ ബട്ടർഫ്ലൈ എത്ര വേണം? 3 എണ്ണം. ആരോഗ്യം? 4 എണ്ണം വേണം. അച്ഛനും അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും. വെളിവും വെള്ളിയാഴ്ചയും എത്ര കിലോ വേണം? 5 കിലോ. അപ്പൊ ഇന്ന് ലിസ്റ്റ് കൊടുത്തേക്കാം. കൊട്ടാരക്കരയിൽ പോയി ബുദ്ധി വേണമെന്നില്ല, ബുദ്ധി ആവശ്യത്തിലുണ്ട്, വേണമെങ്കിൽ ഒരു ടിൻ്റെ എടുത്തോ എന്ന് പറഞ്ഞു. ദേവി വന്ന് കയറി ഇറങ്ങി പൊക്കോണം. ചുമേരെ നോക്കിയും കണ്ടു അവിടെ നിൽക്കണം കേട്ടോ. ഉള്ളതിന് തന്നെ തീറ്റ കൊടുക്കാൻ നമ്മൾ പണിയെടുത്തിട്ട് പറ്റുന്നില്ല. 2 ആനയൊക്കെ വീട്ടിൽ മേടിച്ച് വെച്ചാൽ എങ്ങനെ തീറ്റിപ്പോറ്റൊന്നായി പറയാം. ബാക്കിലിരുന്ന് മറ്റേ സൈക്കിൾ പഞ്ചറിന് മറ്റേ പമ്പിന് കൊണ്ട് എയർ അടിച്ചു കൊടുത്താൽ പോരാ. നല്ല ഓല, ആനക്ക് ശർക്കര ഉണ്ട, പിന്നെ പന ഒക്കെ വെട്ടിയിട്ട് കൊടുക്കണ്ടേ? ഇതിനെ തന്നെ തീറ്റി പോറ്റാൻ പറ്റുന്നുണ്ടോ? അപ്പൊ 2 ആനയായാലും കുഴപ്പമില്ല, പറ്റത്തില്ല. പിന്നെ അച്ഛനെ കൊണ്ട് ഞാൻ അധികം പണിയെടുപ്പിക്കുന്നു. വരുമ്പോഴും അടുക്കളപ്പണി ചെയ്യിപ്പിക്കുന്നു. സൂപ്പർവൈസർ അല്ലേ അവിടെ? ഇത് ചെയ്യിപ്പിക്കരുത് കേട്ടോ. ചെയ്യിപ്പിക്കുന്നു. വീട്ടിൽ പണിയൊക്കെ എടുക്കണം. ഭാര്യ പണിയെടുക്കുന്നിടത്ത് വന്ന് ഭർത്താവ് നോക്കി നിൽക്കുമ്പോൾ ഭാര്യയുടെ പണിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്, ഒരു ഭംഗിയുണ്ട്, ഭർത്താവിനെ പറഞ്ഞ് നിൽക്കാനൊരു സൗകര്യമുണ്ട്. അതാണ് കുടുംബം. അല്ലാണ്ട് അവിടെ ഇരുന്ന് കൽപ്പിക്കുന്നതല്ല കുടുംബം. ആണോ? ഏതാ നല്ലത്? അവരടുത്ത് വന്ന് നിൽക്കുന്നതല്ലേ നല്ലത്? നാളെ അമ്മയ്ക്കൊരു പനി വന്നാൽ അച്ഛൻ ഉണ്ടാക്കി തരും, അച്ഛൻ്റെ അസുഖം വന്നാൽ അമ്മ ഉണ്ടാക്കി തരും. നിങ്ങളും കണ്ടുപിടിക്കണം കേട്ടോ. പഠിച്ച് ആരായി തീരും? വീട് വെക്കുന്ന ആള്. ഗുഡ്. വലിയൊരു അല്ലേ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മിടുക്കൻ, എനിക്കിഷ്ടമായി. ഗൾഫിൽ ജോലിയുള്ള അച്ഛൻ ആരൊക്കെയാണ്? ഗൾഫിൽ വീട്ടുകാർ ആരൊക്കെയാണ്? ഗൾഫിൽ ജോലിയുള്ളവർ ആരൊക്കെയാണ്?
അലൻ പിന്നെ ആരൊക്കെ ഉണ്ട്? അപ്പം ഗൾഫിലില്ലാത്തവർക്ക് ആദ്യത്തെ സമ്മാനം മിൽക്ക വണ്ടർ കേക്ക് നൽകുന്ന സമ്മാനം. ദോശ തിന്നവരാരാണെന്ന്? ഇന്ന് ദോശ തിന്നവർ, ദോശ തിന്നാത്ത ആൾക്ക് മിൽക്ക വണ്ടർ കേക്ക്. നുണ പറഞ്ഞത് ആരാണെന്ന്? നുണ പറയാത്ത ആൾക്ക് മിൽക്ക വണ്ടർ കേക്ക് നൽകുന്ന ഒരു സമ്മാനം. ഓക്കെ, അപ്പോൾ നല്ല മിടുക്കന്മാരി, നല്ല മിടുക്കികൾ, നമുക്ക് ഇനിയും തമാശകൾ കേൾക്കണം, പറയണം. നാളെ നമുക്ക് വീണ്ടും കാണാം. കൊട്ടാരക്കര കൊടകര ഏനാത്ത് വഴി ഞാൻ കടന്നു പോകുമ്പോൾ അവിടെ റോഡരികിൽ വേലിത്തമ്പി ദളവയുമായിട്ട് നിന്ന് ഐസ്ക്രീം മേടിച്ച് തിന്നുന്ന ഒരു കുട്ടിയെ ഞാൻ അവിടെയെങ്കിലും കണ്ടുപോകരുത്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ കണ്ടോളൂ. വേലിത്തമ്പി ദളവ കുണ്ടറ വിളംബരമൊക്കെ നടത്തി യുദ്ധത്തിൽ അവസാനം മരിക്കുന്നതിന് മുമ്പ് ഐസ്ക്രീം വേണമെന്ന് ചോദിച്ച ടീമാണ് ഈ ഇരിക്കുന്നത്. എല്ലാവരോടും അവരുടെ കുടുംബാംഗങ്ങളോടൊക്കെ നമ്മൾ ഗുഡ് നൈറ്റ് പറയുന്നു. നന്ദി.